+2 ഇംഗ്ലീഷ് എക്സാമിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് റിപ്പോർട്ട് എന്നുള്ളത്. ആ ന്യൂസ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റും ഒരു ആൻസറും ഒരു മോഡൽ ക്വസ്റ്റ്യനും ഒക്കെ സെറ്റ് ആക്കിയാലോ? യെസ്, ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. യെസ്, ഇതാണ് 6 മാർക്കിന് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ 2024 ഓണം എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മാത്ത കെയിം ടു നോ അബൌട്ട് ദ wreck ഓഫ് ദ ബാങ്ക് ഓൺലി ആഫ്റ്റർ ഇറ്റ് വാസ് റിപ്പോർട്ടഡ് ബൈ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിൽ വന്നതിന് ശേഷമാണ് മാർത്ത ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആൻഡ് വാട്ട് മൈറ്റ് ഹാവ് ഷീസ് റീഡ്, എന്തായിരിക്കും അവൾ വായിച്ചിട്ടുണ്ടായിരിക്കാം? അവൾ വായിച്ച ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട് ബാങ്ക് ക്രാഷിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഗ്രഷാമിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളോടൊരു ന്യൂസ് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ആ ഒരു അമിഗോ ബ്രദേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് കണ്ടതിന് ശേഷം പിറ്റേന്നുള്ള ന്യൂസ് റിപ്പോർട്ട് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഏത് ചാപ്റ്ററിന് ന്യൂസ് റിപ്പോർട്ട്, എന്തായാലും ഒരു ന്യൂസ് റിപ്പോർട്ട് ഉറപ്പാണല്ലോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 6 മാർക്കിൻ്റെ ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ എഴുതാന്നുള്ളതാണെന്ന് പറയാൻ പോകുന്നത്. സെറ്റാക്കാം, റെഡിയാക്കാൻ നോക്കിക്കോ. എങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് റെഡിയാക്കാം? 6 മാർക്കിൻ്റെ ന്യൂസ് റിപ്പോർട്ട് സെറ്റാക്കുന്നത് കണ്ടോ? യെസ്, ഇതാണ്. ഫസ്റ്റ് തന്നെ ഹെഡ്ലൈൻ കൊടുക്കുക. എത്ര ഹെഡ്ലൈൻ കൊടുക്കുക? ആദ്യം തന്നെ ഒരു ഹെഡ്ലൈൻ കൊടുക്കുക. അതിനുശേഷം ബൈലൈൻ, അതായത് സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് എന്ന് കൊടുത്താൽ മതി. ആരാണ് ഇത് എഴുതുന്നതെന്ന് കൊടുക്കുക. ഓക്കെ, ബൈലൈൻ കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ലൈൻ കൊടുക്കുക. അവിടെ ഡേറ്റ് കൊടുക്കുക. ഏതാണ് ആ ഡേറ്റ്? ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക അല്ലേ? ഇന്നത്തെ ഡേറ്റ് കൊടുത്താൽ മതി. ആൻഡ് പ്ലേസ് ലൈൻ കൊടുക്കാം. പ്ലേസ് ലൈനിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതാണെങ്കിൽ അമിഗോ ബ്രദേഴ്സിനാണെങ്കിൽ ടോംകിൻസ് പാർക്ക് എന്ന് കൊടുക്കാം. ഒരു ചാപ്റ്ററിൽ ആ ഒരു സ്ഥലത്തെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥലം തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ ബേസിക് ആയിട്ടുള്ള 5 Ws, അതായത് ഹൂ, വാട്ട്, വൈ, വേർ, വെൻ, എവിടെയാണ്, എപ്പോഴാണ്, ആരാണ്, എങ്ങനെയാണെന്നുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം സെക്കൻഡ് പാരഗ്രാഫിലേക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുക്കുക. അവസാനം ഒരു കൺക്ലൂഷൻ, എന്താണ് അവിടെ കംപ്ലീറ്റ് നടന്നതിനൊക്കെ ചുരുക്കരൂപം കൊടുത്തിട്ട് അവസാനം എന്തെങ്കിലും കോഡ്സ് കൊടുക്കാം. അവിടെ ആ ഒരു പ്രോഗ്രാമിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള, അത് വിറ്റ്നസ് ചെയ്തിട്ടുള്ള ആരുടെങ്കിലും എന്തെങ്കിലും കോഡ്സ് കൊടുക്കുക. അല്ലെങ്കിൽ അതിനുശേഷം എന്ത് സംഭവിച്ചു അല്ലേ, കൊട്ടേഷൻ, അല്ലെങ്കിൽ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ഉള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ അമിഗോ ബ്രദേഴ്സിൻ്റെ ആ ഒരു ഫൈറ്റ് ആണെങ്കിൽ അതിനുശേഷം അവർ തോളിൽ കൈയിട്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് പുറത്തു പോയി എന്നുള്ള സാധനം കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് നടന്ന സംഭവമാണെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന രീതിയിൽ സെറ്റാക്കാൻ പറ്റും. ഓക്കെ, പാസ്റ്റ് ടെൻസിൽ ആയിരിക്കുക ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് സെറ്റാക്കുന്നത്. മാത്രമല്ല ഒരു ടോട്ടലി ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഇത് വരയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോസ് ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്, ബാങ്ക് ക്രാഷ് ഷോക്സ് ദ സിറ്റി. സിറ്റിയെ ഷോക്ക് ചെയ്തുകൊണ്ടുള്ള ബാങ്ക് ക്രാഷ്. ന്യൂയോർക്ക് സ്ഥലം കൊടുത്തു. നമുക്കറിയാം ആ ഒരു സംഭവം നടക്കുന്നത് ന്യൂയോർക്കിലാണ്. മാർച്ച് 5 കൊടുത്തു. ഇതിവിടെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് എന്നുള്ള ആ ഒരു പേരും കൂടി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. സിറ്റി ബാങ്ക് ഫേസ്ഡ് സഡൻ കൊളാപ്സ് യെസ്റ്റർഡേ എന്ന് എന്താ സംഭവം എന്നും എന്നാണെന്നും പറഞ്ഞു കൊടുത്തു. കോസിങ് പാനിക് എമംഗ് യങ് കസ്റ്റമേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അത് കസ്റ്റമേഴ്സിനും എംപ്ലോയീസിനും ഒക്കെ പാനിക് ഉണ്ടാക്കി. റിപ്പോർട്ട്സ് റിവീൽ ദാറ്റ് ദ ഡയറക്ടേഴ്സ് ഓഫ് ദ ബാങ്ക് ഹാഡ് ബീൻ ഇൻവോൾവ് ഇൻ ലാർജ് സ്കെയിൽ ഫ്രോഡ്. ഈ ഒരു ഫ്രോഡ് ആൻഡ് മിസ്മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ടിൽ ഈ ഒരു ഡയറക്ടർമാർ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ ബേസിക്കായി ഇനി ബാക്കി ഡീറ്റെയിൽസ് ആരാണ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത പാരഗ്രാഫിൽ വരുന്നു. മെയിൻ ആയിട്ടുള്ള കൾപ്രിറ്റ് കുറ്റവാളി ഗ്രഷാമാണ്, ബാങ്കിൻ്റെ ഡയറക്ടറാണ്. അയാൾ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ വൈകുന്നേരം. ആൻഡ് ഹീസ് ചാർജ്ഡ് വിത്ത് ചീറ്റിംഗ്. ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാരെ ചീറ്റ് ചെയ്തതിനുള്ള ചാർജ് ചെയ്തു. അതുപോലെ തന്നെ ബാങ്ക് നശിപ്പിച്ചതിനും. മെനി ഇന്നസെൻറ്റ് ഫാമിലീസ് ഹാവ് ലോസ്റ്റ് ദെയർ സേവിങ്സ്. പല നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരുടെയും സേവിങ്സ് ഒക്കെ നഷ്ടപ്പെട്ടു. ഇനി ഹൗ എവർ മിസ്റ്റർ ബാൽഡ്വിൻ ദ കാഷ്യർ ഓഫ് ദ ബാങ്ക് സ്റ്റുഡ് ഫേം വിത്ത് ദ ട്രൂത്ത് ആൻഡ് റിഫ്യൂസ് ടു പാർട്ട് വിത്ത് ഫ്രോഡ്. അതിലുള്ള ക്യാഷർ ആയിട്ടുള്ള ബാൽഡ്വിൻ എന്താക്കിയില്ല, ഈ പറഞ്ഞ ഫ്രോഡ് ആക്ടിവിറ്റിയിലൊന്നും പങ്കെടുത്തില്ല. അതിന് സത്യസന്ധമായിട്ട് നിലകൊണ്ടു. ഹിസ് ഓണസ്റ്റി ഹാസ് വോൺ വൈഡ് റെസ്പെക്ട് ഫ്രം ദ പബ്ലിക്കിൻ്റെ ഇടയിൽ ഭയങ്കര റെസ്പെക്റ്റ് അദ്ദേഹത്തിന് കിട്ടി. ഭയങ്കര വാല്യുബിൾ ആയിരുന്നു. മാത്രമല്ല അതിനുശേഷം എന്താ സംഭവിച്ചത്, ഒരു എക്സ്ട്രാ അതിന് അവസാനം ഒരു എന്താ പറയുക, ലാസ്റ്റ് ഡീറ്റെയിൽ ആഫ്റ്റർ മാത്ത് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതോറിറ്റീസ് ഹാവ് അഷ്യൂർഡ് ദാറ്റ് സ്ട്രിക്റ്റ് ആക്ഷൻ വിൽ ബി ടേക്കൺ അഗെയിൻസ്റ്റ് ദോസ് ഗിൽറ്റി. അതായത് ഈ തെറ്റ് ചെയ്തവർക്കെതിരെ ഉറപ്പായിട്ടും എന്തായിരിക്കും, ആക്ഷൻ എടുക്കും എന്ന് അതോറിറ്റീസ് ഉറപ്പ് പറഞ്ഞു. അതാണ് ആക്ച്വലി അതിന് ശേഷം സംഭവിച്ചത്, അല്ലെങ്കിൽ അതിന് ഒരു ഫൈനൽ എൻഡായിട്ട് നമുക്ക് പറയാനുള്ളത്. സോ ഇത്രയും എഴുതുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു ന്യൂസ് റിപ്പോർട്ട് സെറ്റാണ് 6 മാർക്കിനുള്ള. സോ ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നത്. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ഇനി എന്ത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടത് എന്നുള്ളതും ജസ്റ്റ് എന്തൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്. യു ക്യാൻ കോൾ മീ JD. ബൈ. താങ്ക് യു.